നമ്മുടെ തലച്ചോറ് നമ്മളോട് കളവ് പറയുകയാണോ? നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം അത് യാഥാർത്ഥ്യമല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൽ 4 ഡിമെൻഷൻസേ ഉള്ളൂ. ഒന്ന് സമയമാണ്, ബാക്കി 3 സ്പേസുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് വേണമെങ്കിൽ മുൻപോട്ടും പുറകോട്ടും പോകാം, ഇടത്തോട്ടും വലത്തോട്ടും പോകാം, മുകളിലേക്കും താഴേക്കും പോകാം. അതിനപ്പുറം മറ്റൊരു ഡിമെൻഷനുമില്ല. എന്നാൽ ഈ 4 ഡിമെൻഷൻസ് മാത്രമല്ല, 10-11 ഡിമെൻഷൻസ് ഉണ്ടെന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് തിയറിയുണ്ട്. പൂർണ്ണമായിട്ടും മാത്തമെറ്റിക്കൽ ഫ്രെയിംവർക്കിൽ പ്രവർത്തിക്കുന്ന ഒരു തിയറി. ആ തിയറിയാണ് സ്ട്രിംഗ് തിയറി. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ്, പക്ഷേ സാധാരണക്കാരൻ്റെ ഭാഷയിൽ അത് അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. ഈ വീഡിയോയുടെ റെഫറൻസുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാം. 1968 സേണിലെ ചെറുപ്പക്കാരനായ ഒരു ഫിസിസിസ്റ്റാണ് ഗബ്രിയേൽ വെർസിയാനോ. അദ്ദേഹം ഒരിക്കൽ ഒരു പഴയ മാത്തമെറ്റിക്കൽ ടെക്സ്റ്റ് ഇങ്ങനെ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും എന്തെങ്കിലും ഒരു ഇക്വേഷൻ എടുത്ത് പുതിയൊരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ കുറേയധികം മറിച്ച് പോയപ്പോൾ ഒരു പ്രത്യേക പേജിൽ അദ്ദേഹം സ്റ്റക്കായിപ്പോയി. അത് ഏകദേശം 200 വർഷം പഴക്കമുള്ള ഒരു സമവാക്യത്തെക്കുറിച്ച് പറയുന്ന പേജായിരുന്നു, ഓയിലർ ബീറ്റ ഫംഗ്ഷൻ. പിന്നീടുള്ള കുറേ ദിവസം അദ്ദേഹം ആ സമവാക്യത്തിൽ തന്നെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്നും അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി: സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന് പിന്നിലുള്ള മാത്തമെറ്റിക്കൽ ഇക്വേഷൻ അത് ഇതാണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഫോഴ്സാണ്. അത് നമ്മുടെ ആറ്റങ്ങളുടെയൊക്കെ ഏറ്റവും മധ്യഭാഗത്തുള്ള ന്യൂക്ലിയസിലാണ് അടങ്ങിയിരിക്കുന്നത്. ന്യൂക്ലിയസിൽ പ്രോട്ടോൺസ് ഉണ്ട്, അതുപോലെ ന്യൂട്രോൺസ് ഉണ്ട്. ഈ പ്രോട്ടോൺസിനും ന്യൂട്രോൺസിനും എങ്ങനെയാണ് ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ ആരാണ്, അല്ലെങ്കിൽ എന്താണ് അവയെ ചേർത്ത് പിടിക്കുന്നത്? അവയെ ചേർത്ത് പിടിക്കുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. അതിൻ്റെ സമവാക്യമാണ് ഇതെന്ന് വെർസിയാനോ വിശ്വസിച്ചു. വെർസിയാനോയുടെ പ്രബന്ധത്തിൽ ചില പെശകുകളുണ്ടെന്ന് ലെനേർഡ് സസ്കൈൻഡിന് തോന്നി. അങ്ങനെയാണ് അദ്ദേഹം ഈ ഗവേഷണ മേഖലയിലേക്ക് വരുന്നത്. വെർസിയാനോ ഡിറൈവ് ചെയ്തെടുത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് പരിശോധിച്ചു. അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കാര്യം വ്യക്തമായി: ഇതൊരിക്കലും ഒരു ബോളിൻ്റെ അല്ലെങ്കിൽ ഒരു ഡോട്ടിൻ്റെ രൂപത്തിലുള്ള പാർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വേഷൻ അല്ല. ആ കാലഘട്ടത്തിൽ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ ഒരു ഡോട്ട് പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ പന്ത് പോലെയൊക്കെ ആണെന്നാണ് ഗവേഷകർ കരുതിയിരുന്നത്. ഇതെന്തായാലും ഒരു പന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമവാക്യമല്ല. ഇത് വളരെ എലാസ്റ്റിക് ആയിട്ടുള്ള ഒരു നൂലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമവാക്യമാണ്. ലെനേർഡിൻ്റെ പ്രബന്ധം പബ്ലിഷായി വന്നതോടുകൂടി സയൻറ്റിസ്റ്റുകൾ ഈ ഇക്വേഷനെ കാര്യമായിട്ട് ഗവനിക്കാതെയായി. എന്നിട്ടും ചില പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ചില ഗവേഷകർ കണ്ടെത്തിയത് ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ 26 ഡിമെൻഷൻസ് ഉണ്ടെന്നാണ്. ആ കാലഘട്ടത്തിൽ 3 ഡിമെൻഷൻസ് ഉണ്ടെന്ന് മാത്രമാണ് ഗവേഷകർ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ അപ്പാടെ തള്ളിക്കളഞ്ഞു. കാര്യമായിട്ടുള്ള ഒരു പഠനവും ഈ മേഖലയിൽ പിന്നെ നടന്നില്ല. പക്ഷേ കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 1974 ജോൺ ഷ്വാർട്സും ജോയൽ ഷെർക്കും ചേർന്ന് ഇതേ ഇക്വേഷനിൽ തന്നെ പഠനങ്ങൾ നടത്തി. അതിൽ നിന്നും ആ ഇക്വേഷനിലുള്ള ഒരു പെശക് അവർക്ക് മനസ്സിലായി. ആ ഇക്വേഷൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പാർട്ടിക്കിളിനെ സൂചിപ്പിക്കുന്ന പാരാമീറ്റർ ഉണ്ട്. ആ പാർട്ടിക്കിൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതിന് മാസില്ല, പക്ഷേ അത് നിലനിൽക്കുന്നുണ്ട്. അത് ഒരു പെശകാണെന്ന് മനസ്സിലാക്കി അവർ ആ ബഗ്ഗിനെ ഒഴിവാക്കാനായിട്ട്, അല്ലെങ്കിൽ ആ പാർട്ടിക്കിളിനെ ആ സമവാക്യത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ആ പാർട്ടിക്കിളിനെ എങ്ങനെ ഒഴിവാക്കിയാലും ആ ഇക്വേഷൻ തന്നെ തകർന്നു പോകും. അതിൻ്റെ അർത്ഥം ആ പാർട്ടിക്കിൾ അത് യാഥാർത്ഥ്യമാണെന്നല്ലേ? അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യമല്ലേ? പിന്നീട് നടത്തിയ പഠനങ്ങളിലൂടെയാണ് വളരെ നിർണായകമായിട്ടുള്ള ഒരു റിസൾട്ട് അവർക്ക് കിട്ടുന്നത്. ആ കാലഘട്ടത്തിൽ ഗ്രാവിറ്റി ഒരു ഫോഴ്സായിട്ടാണ് ആളുകൾ എടുത്തിരുന്നത്. ഫണ്ടമെൻ്റൽ ഫോഴ്സുകൾ 4 അതിലൊന്ന് ഗ്രാവിറ്റി. ഒരു ഫോഴ്സ് ആകണമെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരിയർ ഉണ്ടായിരിക്കണം. വളരെ ചെറിയ ചെറിയ പാർട്ടിക്കിൾ കൊണ്ട് ചേർത്ത് വച്ചിട്ടായിരിക്കണം ആ ഫോഴ്സ് പ്രവർത്തിക്കുന്നത്. പ്രകാശം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എടുത്താൽ അവിടെ ഫോട്ടോൺസാണ് അടിസ്ഥാനമായിട്ടുള്ള കണം. അതേസമയം നമ്മൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ് എടുക്കുന്നതെങ്കിൽ ഗ്ലൂവോൺ അവിടുത്തെ പാർട്ടിക്കിളാണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ W ബോസോണും Z ബോസോണും പാർട്ടിക്കിൾസാണ്. പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അത്തരത്തിലുള്ള ഒരു പാർട്ടിക്കിൾസുമില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഒരു അടിസ്ഥാന കണം അല്ലെങ്കിൽ ഒരു കാരിയർ ഉണ്ടെന്ന് പറയുന്ന ഹൈപ്പോത്തിസിസ് ഉണ്ട്. ആ ഹൈപ്പോത്തിസിസ് അനുസരിച്ച് ഗ്രാവിറ്റോൺ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അടിസ്ഥാന കണം.
ഗ്രാവിറ്റോൺ കാണിക്കേണ്ട എല്ലാ പ്രോപ്പർട്ടീസും ഈ സമവാക്യത്തിലെ ആ ചെറിയ പാർട്ടിക്കിൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ആ പാർട്ടിക്കിൾ അതൊരു തെറ്റാണെന്നല്ല, അത് യാഥാർത്ഥ്യമാണ്. നിലവിലുള്ള ഫിസിക്സിൻ്റെ സ്റ്റാൻഡേർഡ് മോഡൽ അനുസരിച്ച് 4 ഫണ്ടമെൻ്റൽ ഫോഴ്സുകളില്ല, 3 ഉള്ളൂ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഫണ്ടമെൻ്റൽ ഫോഴ്സായിട്ട് എടുക്കുന്നില്ല. അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറിയാണ്. ഫിസിക്സിലെ സ്റ്റാൻഡേർഡ് മോഡലിനെ കുറിച്ച് ഞാനിവിടെ അധികം വിശദീകരിക്കുന്നില്ല. മുൻപ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, പരിശോധിക്കുക. നമുക്ക് 1974 മടങ്ങിപ്പോകാം. ഈ 2 ഗവേഷകരും ഒരു കാര്യം കൂടെ പ്രപ്പോസ് ചെയ്തു. ഒരിക്കലും ഈ ഇക്വേഷൻ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല, അതിൻ്റെ സമവാക്യമല്ല. പക്ഷേ ഇത് നമ്മൾ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കേണ്ട ഒരു സമവാക്യമാണ്. ഇത് സ്ട്രിങ് തിയറിയാണ്. സ്ട്രിങ് തിയറി അനുസരിച്ച് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുക്കളും ശരിക്കും ഒരു സ്ട്രിങ് ആണ്, അല്ലെങ്കിൽ ഒരു നൂല് പോലെയാണ്. അതെല്ലായ്പ്പോഴും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു വലിയ ക്രൈസിസ് തന്നെ ഉണ്ടായിരുന്നു. ആ ക്രൈസിസ് ഇന്ന് 2025 നിലനിൽക്കുന്നു. ശരിക്കും കഴിഞ്ഞ 100 വർഷമായി ഗവേഷകർ പഠിച്ച പണി 18 പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ക്രൈസിസാണ്. ഈ ക്രൈസിസിൻ്റെ തുടക്കം കുറിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു. ജനറൽ റിലേറ്റിവിറ്റിയും ക്വാണ്ടം ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ പ്രോബ്ലം. ജനറൽ റിലേറ്റിവിറ്റി തിയറി ഈ പ്രപഞ്ചത്തെ മൊത്തത്തിൽ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാം, സൗരയൂഥവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, മിൽക്കി വേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ബ്ലാക്ക് ഹോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള സകല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ജനറൽ റിലേറ്റിവിറ്റി തിയറി ഉപയോഗിക്കാം. അതേസമയം ഒരു ആറ്റത്തിൻ്റെ വളരെ ഉള്ളിലേക്ക് പോകുമ്പോൾ, വളരെ വളരെ ചെറിയ സബാറ്റോമിക് പാർട്ടിക്കിൾസിലേക്ക് പോകുമ്പോൾ ഈ ജനറൽ റിലേറ്റിവിറ്റി തിയറി അവിടെ തോറ്റുപോകും. അവിടെ വിജയിക്കുന്നത് ക്വാണ്ടം ഫിസിക്സ് ആണ്. ക്വാണ്ടം ഫിസിക്സ് വളരെ വളരെ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രപഞ്ചത്തെ ഈ വലിയ ലാർജ് സ്കെയിലിൽ നമ്മൾ നോക്കിക്കാണുന്നത് ജനറൽ റിലേറ്റിവിറ്റി തിയറിയാണ്. ഇതുകൊണ്ടൊരു വലിയ പ്രശ്നമുണ്ട്. ഇന്ന് നമുക്ക് ഉത്തരം കിട്ടാത്ത 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ക്രൈസിസിലാണുള്ളത്. ഒന്ന്, ബ്ലാക്ക് ഹോളിൻ്റെ മധ്യഭാഗത്തുള്ള സിംഗുലാരിറ്റി പോയിൻ്റ്, അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം. മറ്റൊന്ന്, ഈ പ്രപഞ്ചം ഇന്ന് കാണുന്ന ഈ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നത് ബിഗ് ബാങ്ങിലൂടെയാണ്. ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന സിംഗുലാരിറ്റി പോയിന്റിൽ നടത്തിയ, അല്ലെങ്കിൽ സിംഗുലാരിറ്റി പോയിന്റിൽ നടന്നിട്ടുള്ള എക്സ്പാൻഷനിലൂടെയാണ്. എന്താണ് ഈ സിംഗുലാരിറ്റി പോയിന്റ്? അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിലും നമുക്ക് ഈ ക്രൈസിസ് മറികടക്കണം. കാരണം ഈ സിംഗുലാരിറ്റി പോയിൻ്റെ ഉള്ളിൽ പ്രപഞ്ചത്തിൽ ഇന്ന് കാണുന്ന സകല പദാർത്ഥങ്ങളും സകല ഊർജ്ജങ്ങളുമുണ്ട്. അതായത് ജനറൽ റിലേറ്റിവിറ്റിയാണ് അവിടെ ബാധകം. പക്ഷേ അതെല്ലാം ഒരു ആറ്റത്തേക്കാൾ വളരെയധികം ചുരുങ്ങിയ സ്പേസിലേക്ക് മാറിയിരിക്കുന്നു. അതായത് അവിടെ പ്രവർത്തിക്കുന്നത് ക്വാണ്ടം ഫിസിക്സ് ആണ്. ഒരേ സമയം ക്വാണ്ടം ഫിസിക്സും ജനറൽ റിലേറ്റിവിറ്റിയും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ ശാസ്ത്രം ഈ 2 തിയറികളെയും ഒന്നിപ്പിച്ച് ഒരു തിയറി ഓഫ് എവരിത്തിങ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ഫിസിക്സിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച കണ്ടെത്തലുകൾ ഒന്ന്. അതുമായി ബന്ധപ്പെട്ട് പല ഗവേഷകർ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലാണ് പഠനം നടത്തുന്നത്. അത്തരത്തിൽ നമ്മൾ വളരെ എക്സ്പെക്റ്റേഷനോടുകൂടി നോക്കിക്കാണുന്ന 2 മേഖലകൾ, ഒന്ന് സ്ട്രിങ് തിയറിയും മറ്റൊന്ന് ലൂപ്പ് ക്വാണ്ടം ഗ്രാവിറ്റിയുമാണ്. ഇതിലെ ലൂപ്പ് ക്വാണ്ടം ഗ്രാവിറ്റിക്ക് വൈറ്റ് ഹോളുമായിട്ട് വലിയ ബന്ധമുണ്ട്. ബ്ലാക്ക് ഹോളിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ബ്ലാക്ക് ഹോൾ എല്ലാത്തിനെയും വലിച്ചുള്ളിലേക്ക് എടുക്കുമ്പോൾ വൈറ്റ് ഹോൾ പുതിയതായി പദാർത്ഥങ്ങളെ, അല്ലെങ്കിൽ പുതിയതായിട്ട് സെലസ്റ്റിയൽ ബോഡികളെ ഈ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു. അത് ഇപ്പോഴും ഒരു ഹൈപ്പോത്തസിസ് മാത്രമാണ്. വളരെ ഡീറ്റെയിൽ ആയി വൈറ്റ് ഹോളിനെ കുറിച്ചും ലൂപ്പ് ക്വാണ്ടം ഗ്രാവിറ്റിയെക്കുറിച്ചും വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ അടുത്ത് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്കും ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. സ്ട്രിങ് തിയറിയെ വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ നമുക്ക് വയലിൻ ഉദാഹരണമായി എടുക്കാം. വയലിനിൽ നമുക്ക് സ്ട്രിങ്സ് കാണാം. ആ സ്ട്രിങ്ങിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏത് പാട്ടും ഉണ്ടാക്കിയെടുക്കാം. മലയാളമോ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിലുള്ള ഏതെങ്കിലും ഭാഷയിലുള്ള ഒരു സംഗീതമോ ഒക്കെ നമുക്ക് ആ സ്ട്രിങ്ങിൽ നിന്നും ഉണ്ടാക്കാം. പക്ഷേ അതെല്ലാം ഒരൊറ്റ സ്ട്രിങ് ആണല്ലോ. ആ സ്ട്രിങ് പല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യും. അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വൈബ്രേഷനുകൾ അനുസരിച്ചാണ് പുതിയ പുതിയ സംഗീതം ഉണ്ടാകുന്നത്. നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത പുതിയ സംഗീതങ്ങൾ പോലും ആ സ്ട്രിങ്ങിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള സബാറ്റോമിക് പാർട്ടിക്കിൾ. അത് പ്രോട്ടോൺ ആണെങ്കിലും ഇലക്ട്രോൺ ആണെങ്കിലും ന്യൂട്രോൺ ആണെങ്കിലും ശരി, എല്ലാം ഒരേപോലെ ഇരിക്കുന്ന സ്ട്രിങ് ആണ്.
എന്നാൽ ആ ഓരോ സ്ട്രിങ്ങും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ഒരു സ്ട്രിങ് ഒരു പ്രത്യേക രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന് ചാർജ് ഒന്നും കാണില്ല. അതിൻ്റെ മാസ് ന്യൂട്രോണിൻ്റെ മാസ് ആയിരിക്കും. ന്യൂട്രോണിൻ്റെ പ്രോപ്പർട്ടികളെല്ലാം അത് കാണിക്കും. അത് അല്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിന് പ്രോട്ടോണിൻ്റെ മാസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പ്രോട്ടോണിൻ്റെ സകല പ്രോപ്പർട്ടീസും അത് കാണിക്കുന്നുണ്ടായിരിക്കും. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന് മാസ് കാണില്ല. അത് പ്രകാശത്തിൻ്റെ അടിസ്ഥാന ഘടമായ ഫോട്ടോൺസ് ആയിരിക്കും. സ്ട്രിംഗ് തിയറി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിലെ ഡിമെൻഷനുകളുടെ എണ്ണമാണ്. 10 അല്ലെങ്കിൽ 11 ഡിമെൻഷനുകൾ ഉണ്ടായിരിക്കണം. നമ്മുടെ യുക്തി അനുസരിച്ച് 3-4 ഡിമെൻഷൻസേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. ഈ 10നെയും 11നെയൊക്കെ തിരുത്തി നമ്മൾ 3-4 ഡിമെൻഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത നെഗറ്റീവാണ്. 0 പോലുമല്ല, അതിലും താഴെയാണ്. ഒരു കാരണവശാലും അത് സാധിക്കില്ല. 10-11 ഡിമെൻഷൻസ് ഉണ്ടായിരിക്കണം. അതിൻ്റെ റീസണും ഫിസിസിസ്റ്റുകൾ പറയുന്നുണ്ട്. കോമ്പാക്റ്റിഫിക്കേഷൻ എന്നാണ് ആ റീസണിൻ്റെ പേര്. നിങ്ങൾ വളരെ അകലെയുള്ള ഒരു വയറിലേക്ക് നോക്കുക, അല്ലെങ്കിൽ ഒരു കയർ വലിച്ച് കെട്ടിയിരിക്കുന്നതിലേക്ക് നോക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കയർ അല്ലെങ്കിൽ ആ വയറ് ഒരു വര മാത്രമാണ്, അതായത് അത് 1 ഡയമെൻഷൻ മാത്രമാണ്. എന്നാൽ ആ വയറിലൂടെ അല്ലെങ്കിൽ ആ കയറിൻ്റെ മുകളിലൂടെ ഒരു ഉറുമ്പ് എഴഞ്ഞു പോവുകയാണെങ്കിൽ ആ ഉറുമ്പിന് അത് 1 ഡിമെൻഷൻ അല്ല, അതിന് 2 ഡിമെൻഷനാണ്. ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു പേന എടുക്കാം. ഈ പേനയുടെ മുകളിലൂടെ ഉറുമ്പ് നടന്നു പോകുന്നു. ആ ഉറുമ്പിന് ഇങ്ങനെ മാത്രമല്ല നടന്നു പോകാൻ പറ്റുന്നത്, അതിന് വേണമെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ അടിയിലൂടെ കടന്നു പോകാം. അതായത് 1 ഡിമെൻഷൻ അല്ല, ഉറുമ്പിന് 2 ഡിമെൻഷനാണ്. അതാണ് കോമ്പാക്റ്റിഫിക്കേഷൻ. ഈ കോമ്പാക്റ്റിഫിക്കേഷൻ അനുസരിച്ച് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കാത്ത 6 ഡിമെൻഷനുകൾ, ആ 6 ഡിമെൻഷനുകൾ ഇത്തരത്തിൽ ഒരു വര പോലെ വളഞ്ഞാണ് പോകുന്നത്. നമ്മളതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഡിമെൻഷൻ മാത്രമേ കാണാൻ പറ്റൂ. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഒന്നിലധികം ഡിമെൻഷനുകളുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള സ്പേസിൽ 3 ഡിമെൻഷനെ കാണാൻ പറ്റുന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞു. മുൻപോട്ട്, പുറകോട്ട്, ഇടത്തോട്ട്, വലത്തോട്ട്, മുകളിലേക്ക്, താഴേക്ക്. എന്നാൽ ഇവിടെ തന്നെ നമ്മുടെ തൊട്ടരികിൽ തന്നെ അദൃശ്യമായിട്ടുള്ള 6 ഡിമെൻഷനുകളുണ്ട്. അത് ഭംഗിയായി മടക്കി വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെ മടക്കി വെച്ചിരിക്കുന്ന ആ മടക്കലിന് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട്, കാലബിയു മാനിഫോൾഡ്. ഇതാദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ 1000-ലധികം മാനിഫോൾഡുകൾ ഉണ്ടെന്ന് ഗവേഷകർ പറഞ്ഞിരുന്നു. ഓരോ കാലബിയു മാനിഫോൾഡും ഓരോ പ്രപഞ്ചത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ പ്രപഞ്ചം അത് ഒരു കാലബിയു മാനിഫോൾഡാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1000-ലധികം കാലബിയു മാനിഫോൾഡുകളുണ്ട്. അതായത് 1000-ലധികം പ്രപഞ്ചങ്ങളുണ്ട്, മൾട്ടിവേഴ്സുകളുണ്ട്. ഓരോ യൂണിവേഴ്സിലും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഫിസിക്സ് നിയമങ്ങളായിരിക്കും. ഇവിടെ കാണുന്നത് പോലുള്ള ന്യൂട്രോണുകളെയും പ്രോട്ടോണുകളെയും ഒന്നും അവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവിടെ ഉള്ളതുപോലെയുള്ള ഫണ്ടമെൻ്റൽ ഫോഴ്സ് ആയിരിക്കില്ല അവിടെ ഉള്ളത്. തീർത്തും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ലോകം. ഒരുപക്ഷെ മനുഷ്യർക്ക് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ മാത്രമായിരിക്കാം. നമ്മളുടെ യൂണിവേഴ്സ് ഒരു കാലബിയു മാനിഫോൾഡ് ആണെന്ന് പറയുമ്പോഴും ആ കാലബിയു മാനിഫോൾഡ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്, അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് പോലും നമുക്കറിയില്ല. അതറിയാത്ത നമ്മൾക്കെങ്ങനെയാണ് മറ്റുള്ള യൂണിവേഴ്സിൻ്റെ കാലബിയു മാനിഫോൾഡിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നത്? നമ്മളുടെ കാലബിയു മാനിഫോൾഡ് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും തിയറി ഓഫ് എവരിത്തിങ്. സ്ട്രിംഗ് തിയറിയിൽ രണ്ടാമത്തെ റെവല്യൂഷൻ ഉണ്ടാകുന്നത് 1990കളിലാണ്. 1990കളുടെ തുടക്കത്തിൽ ശരിക്കും ഒരു സ്ട്രിംഗ് തിയറി അല്ല, 5 സ്ട്രിംഗ് തിയറികളുണ്ട്. കാരണം പല ഗവേഷകർ സ്ട്രിംഗ് തിയറിയിൽ തന്നെ പഠിക്കാനായിട്ട് വരും. പലരും പഠിച്ച് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രിംഗ് തിയറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ സ്ട്രിംഗ് തിയറി. ഇതിനെ കളിയാക്കി മറ്റ് പല ഗവേഷകരും പറയാറുണ്ട്, ഇത് തിയറി ഓഫ് എവരിത്തിങ് അല്ല, തിയറി ഓഫ് എനിത്തിങ് ആണെന്ന്. അതായത് എന്ത് തരത്തിലുള്ള സ്ട്രിംഗ് തിയറികളും ആളുകൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്നത് 1995ലാണ്. അന്ന് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ എഡ്വേർഡ് വിറ്റൻ എന്ന പ്രശസ്തനായ ഒരു ഫിസിസിസ്റ്റ് എം തിയറി എന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. എഡ്വേർഡ് വിറ്റൻ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ഫിസിസിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ കാണുന്ന 5 വ്യത്യസ്തമായിട്ടുള്ള സ്ട്രിംഗ് തിയറികൾ അത് ശരിക്കും 5 വ്യത്യസ്തമായിട്ടുള്ള സ്ട്രിംഗ് തിയറികളല്ല, അതെല്ലാം ഒരൊറ്റ സ്ട്രിംഗ് തിയറിയാണ്. ആ ഒരൊറ്റ സ്ട്രിംഗ് തിയറിയുടെ 5 വ്യത്യസ്തമായിട്ടുള്ള പെർസ്പെക്റ്റീവുകളാണ് നമ്മൾ കാണുന്നത്. ഇത് ശരിയാകണമെങ്കിൽ 10 ഡിമെൻഷൻസ് പോരാ,
അതിനു പുറമെ പുതിയതായി ഒരു ഡിമെൻഷൻ കൂടി കൊണ്ടുവരണം. അതാണ് ഞാൻ തുടക്കത്തിൽ 10 അല്ലെങ്കിൽ 11 ഡിമെൻഷൻ എന്ന് പറയുന്നത്. 11ാമത്തെ ഡിമെൻഷൻ എം തിയറി കൊണ്ടുവന്ന ഡിമെൻഷനാണ്. ഇതിനു പുറമെ പുതിയൊരു കോൺസെപ്റ്റ് കൂടി കൊണ്ടുവന്നു. മെംബ്രെയിൻ അല്ലെങ്കിൽ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. സ്ട്രിങ് തിയറി ശരിക്കും സ്ട്രിങ് അല്ല, അത് ഒരു വലിയ ഷീറ്റാണ്. ഹയർ ഡൈമെൻഷനിൽ ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ ബൃഹത്തായിട്ടുള്ള ഒരു വലിയ ഷീറ്റ്. ആ ഷീറ്റിലെ ഓരോരോ നൂലുകൾ മാത്രമാണ് സ്ട്രിങ്ങുകൾ. ആ ഷീറ്റിൻ്റെ താളമനുസരിച്ചാണ് ഈ പ്രപഞ്ചം തന്നെ പ്രവർത്തിക്കുന്നത്. അതായത് ഒരു വലിയ മ്യൂസിക് ഓർക്കസ്ട്രയിൽ നിന്ന് വരുന്ന സംഗീതം പോലെ, വയലിനുകളിലെ നൂലുകൾ പോലെ ഒരു വലിയ സംഗീത മഴയാണ് ഈ കാണുന്ന പ്രപഞ്ചം. സ്ട്രിങ് തിയറിയിലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അത് വളരെ സിമ്പിളായിട്ട് അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. കാലബി യു മാനിഫോൾഡിനെ കുറിച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു ധാരണയുണ്ടല്ലോ. നമുക്ക് കാണാൻ സാധിക്കാത്ത അദൃശ്യമായിട്ടുള്ള 6 അല്ലെങ്കിൽ 7 ഡിമെൻഷനുകളെ മടക്കി വെച്ചിരിക്കുകയാണ്. ആ മടക്കുകളുടെ മൊത്തത്തിലുള്ള കോമ്പിനേഷനെയാണ് നമ്മൾ കാലബി യു മാനിഫോൾഡ് എന്ന് പറയുന്നത്. 6 മടക്ക് മാത്രമല്ല ഇവിടെ ഉള്ളത്. നമ്മൾ 6-7 ഡിമെൻഷനുകൾ കാണുന്നില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം 6-7 രീതിയിൽ മടക്കി വെച്ചിരിക്കുന്നു എന്നല്ല. അവിടെ മടക്കുകൾ ഒരുപാടാണ്. ഓരോ മടക്കും ഓരോ പ്രപഞ്ചങ്ങളാണ്. അതായത് നമ്മുടെ ഈ പ്രപഞ്ചം കാലബി യു മാനിഫോൾഡിലെ ഒരു മടക്ക് മാത്രമാണ്. അങ്ങനെ എത്ര മടക്കുകളുണ്ട്, എത്ര മടക്കുകളുടെ കോമ്പിനേഷൻ ഉണ്ട്. ഏറ്റവും പുതിയ പ്രബന്ധങ്ങൾ പറയുന്നത് 10⁵500 മടക്കുകളുണ്ടെന്നാണ്. അതായത് 1 എഴുതി അതിൻ്റെ പുറകിൽ 500 പൂജ്യങ്ങൾ എഴുതുമ്പോൾ എത്രമാത്രം വലിയ സംഖ്യയാണോ കിട്ടുന്നത്, അത്രത്തോളം വ്യത്യസ്തമായിട്ടുള്ള മടക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിലെ ഒരൊറ്റ മടക്കിൽ മാത്രമാണ് നമ്മുടെ പ്രപഞ്ചമുള്ളത്. ഈ പ്രപഞ്ചത്തിൽ മൊത്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണത്തേക്കാൾ വളരെയധികം കൂടുതലാണ് ഈ മടക്കുകളുടെ എണ്ണം. പ്രപഞ്ചത്തിലെ മൊത്തം ആറ്റങ്ങളുടെ എണ്ണം 10⁻80 ആണ്. അതായത് 1 എഴുതി അതിൻ്റെ പിന്നിൽ 80 പൂജ്യങ്ങൾ എഴുതുന്ന സംഖ്യയാണ്. ഈ ഓരോ മടക്കിലുമുള്ള ഓരോ യൂണിവേഴ്സിലെയും ഇലക്ട്രോണുകൾ നമ്മളിവിടെ കാണുന്നത് പോലുള്ള ഇലക്ട്രോണുകളല്ല. പ്രോട്ടോണുകൾ ഇങ്ങനെയല്ല, ന്യൂട്രോണുകൾ ഇങ്ങനെയല്ല, ഇവിടെയുള്ള ഫണ്ടമെൻ്റൽ ഫോഴ്സുകൾ പോലെ ഒന്നുമല്ല, ഇവിടെ പ്രവർത്തിക്കുന്ന പോലെയൊന്നുമല്ല അവിടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ ഫിസിക്സ് നിയമങ്ങളിൽ നിന്നും തീർത്തും അവയെല്ലാം വ്യത്യസ്തമായിരിക്കും. ഗ്രാവിറ്റി എന്തുകൊണ്ടാണ് ഇത്രയും വീക്കസ്റ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സ് ആയതെന്നും അതിൻ്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള ഗ്രാവിട്രോൺസിനെ എന്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലെന്നുമൊക്കെ വളരെ ഡീറ്റെയിലായി സ്ട്രിങ് തിയറിയിൽ പറയുന്നുണ്ട്. ഹൈപ്പോത്തിസിസ് ആണ്, പക്ഷേ അതിൽ പറയുന്നുണ്ട്. അതനുസരിച്ച് ഗ്രാവിറ്റിയുടെ സ്ട്രിങ് മാത്രം ക്ലോസ്ഡ് ആണ്, ബാക്കിയുള്ള സകല സ്ട്രിങ്ങുകളും ഓപ്പൺ ആണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രപഞ്ചത്തിലുള്ള ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും സ്ട്രിങ്ങുകളല്ല മറ്റ് പ്രപഞ്ചങ്ങളിലുള്ളത്. അത് ഓപ്പണാണ്, അത് ഇവിടെ വെച്ച് തന്നെ അവസാനിക്കുന്നു. പക്ഷേ ഗ്രാവിട്രോൺസിൻ്റെ സ്ട്രിങ് അത് ഓപ്പൺ അല്ല, അതിവിടെ അവസാനിക്കുന്നില്ല. 10⁵500 എന്ന് പറയുന്ന ഒരു വലിയ കണക്ക് ഞാൻ പറഞ്ഞു. ആ ഫോൾഡുകളിലെല്ലാം ഗ്രാവിട്രോൺ എത്തുന്നുണ്ട്. ഒരേ ഗ്രാവിട്രോണാണ്. എല്ലാ ഭാഗത്തേക്കും ഈ ഗ്രാവിട്രോൺസ് അല്ലെങ്കിൽ ഗ്രാവിറ്റി വീതം വെച്ച് പോകുന്നത് കൊണ്ടാണ് ഇവിടെ ഗ്രാവിറ്റി വളരെ വീക്കായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ കഴിയുന്നത്. സ്ട്രിങ് തിയറിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളുമുണ്ട്. സയൻറ്റിസ്റ്റുകൾ തന്നെ 2 തട്ടിലാണ്. സ്ട്രിങ് തിയറി സപ്പോർട്ട് ചെയ്യുന്ന സയൻറ്റിസ്റ്റുകളും അതിനെ എതിർക്കുന്ന സയൻറ്റിസ്റ്റുകൾ പലപ്പോഴും സ്ട്രിങ് തിയറിയെ കളിയാക്കി പറയാറുണ്ട്. സ്ട്രിങ് തിയറി ഒരു ശാസ്ത്രം പോലുമല്ലെന്ന് ആളുകൾ പറയുന്നുണ്ട്. ആളുകളെന്ന് പറഞ്ഞാൽ ഗവേഷകരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവർ പറയുന്നത് ഇത് വെറും ഫിലോസഫി മാത്രമാണ്. കാരണം ഇന്നേ വരെ ഒരൊറ്റ എക്സ്പെരിമെൻറ്റിലൂടെ പോലും സ്ട്രിങ് തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നും നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം സ്ട്രിങ് തിയറിയെ സപ്പോർട്ട് ചെയ്യുന്ന, സ്ട്രിങ് തിയറിയിൽ ഗവേഷണങ്ങൾ നടത്തുന്ന ഗവേഷകർ പറയുന്നത് ഇത് ഒരു ഫിലോസഫി പോലെയല്ല പ്രവർത്തിക്കുന്നത്. സയൻസ് പ്രവർത്തിക്കുന്നത് ഗണിതശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്ട്രിങ് തിയറി പ്രവർത്തിക്കുന്നത് ഗണിതശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗണിതശാസ്ത്രം ഇവിടെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഗണിതശാസ്ത്രം അവിടെ തെറ്റല്ല, അത് പ്രാക്ടിക്കലി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്ന് മാത്രം. നമ്മൾ ഈ ജീവിക്കുന്ന പ്രപഞ്ചം അത് വെറും ഒരു കാപട്യം മാത്രമായിരിക്കാം. നമുക്ക് ആ കാപട്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തലച്ചോറ് നമ്മളോട് കളവ് പറയുകയാണ്. ഇതൊരു 3 ഡൈമെൻഷണൽ വേർഡ് ആയിരിക്കില്ല, 4 ഡൈമെൻഷണൽ വേർഡുമായിരിക്കില്ല. ഇവിടെ 10 11 ഡിമെൻഷൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മൾ എത്രമാത്രം നിസ്സാരരായിട്ടുള്ള മനുഷ്യനാണ്.
ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ മനുഷ്യരെക്കുറിച്ച് മാത്രമല്ല. ഐൻസ്റ്റീനെ പോലെയുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ പോലും എത്ര നിസ്സാരരാണ്. അവർക്ക് നമ്മുടെ ചുറ്റുപാടും അടങ്ങിയിരിക്കുന്ന അദൃശ്യമായിട്ടുള്ള ഡിമെൻഷനുകളെ പോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.